അങ്ങനെ നമ്മൾ ഡൽഹിക്ക് പോകാനുള്ള ടിക്കറ്റൊക്കെ എടുത്ത് നമ്മൾ സ്റ്റേഷനുള്ളിൽ കയറി. ട്രെയിൻ ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യുന്നതുകൊണ്ട് തന്നെ നമ്മൾ ട്രെയിനിൻ്റെ അടുത്തേക്ക് വേഗം പോയിക്കൊണ്ടിരിക്കുകയാണ്. കാരണം നേരത്തെ പോയി കഴിഞ്ഞാൽ നമുക്ക് സീറ്റും കയറി പിടിക്കാം. ലോക്കലായതുകൊണ്ട് ചെറിയ ബുദ്ധിമുട്ടുകൾ കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ, അറിയാമല്ലോ. അങ്ങനെ കോച്ചിലെത്തി. ഞാനപ്പോൾ തന്നെ മേളിൽ ഞാൻ കയറി കിടന്നു. റിഫൻ താഴ്ത്തിയിരുന്നു, സേഫ് തൊട്ടപ്പുറത്തിരുന്നു. രാവിലെ നമുക്ക് റിഫൻ മേളിക്ക് എൻ്റെ അപ്പം കയറി വന്നു കേട്ടോ. അങ്ങനെ നമ്മൾ കുസ്തി പിടിച്ച് പിറ്റേ ദിവസം ഒരു ദിവസം ട്രെയിനിലിരുന്ന് ന്യൂഡൽഹി എത്തി. അപ്പോഴേക്ക് നമ്മുടെ ഉണ്ടായിരുന്ന ഫുഡും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. ഇനി നമ്മൾ പുറത്ത് ഫുഡ് കഴിക്കണം. നമ്മളധികം ട്രെയിനിൽ നിന്ന് ഫുഡ് കഴിക്കാറുണ്ടായിരുന്നില്ല. നല്ല തണുപ്പുണ്ട്, നല്ല വൈബാണ്, ഒപ്പം നല്ല വിശപ്പുണ്ട്. അങ്ങനെ നമ്മൾ പുറത്തേക്ക് ഫുഡ് കഴിക്കാൻ നിങ്ങളുടെ പരിപാടിയിൽ നിൽക്കുകയാണ്. അങ്ങനെ പുറത്തിറങ്ങി ബട്ടർ റൊട്ടിയും ദാളരും കഴിച്ചു. പുറത്തിറങ്ങിയിട്ട് നമ്മൾ നോക്കുമ്പോൾ അതായത് നമ്മുടെ ബാങ്കൂട്ടായി. അങ്ങനെ ബാങ്കൂട്ടായും കുറച്ച് മേടിച്ച് ഞങ്ങൾ തിരിച്ച് സ്റ്റേഷനിലേക്ക് തിരിച്ച് കയറി. അടുത്ത് ഛത്തീഗഡിലേക്ക് പോകാൻ നിൽക്കുകയാണ്. അങ്ങനെ ഛത്തീഗഡിൽ പോകാനുള്ള ടിക്കറ്റൊക്കെ എടുത്ത് ഞങ്ങൾ ട്രെയിൻ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. കുറച്ച് നേരം വെയിറ്റ് ചെയ്തപ്പോൾ ട്രെയിൻ വന്ന് വൻ തിരക്കായിരുന്നു. ഇതിലൊന്നും നോക്കി ഇടിച്ചു കുത്തിയിട്ട് കയറി. ട്രെയിനിൽ വെച്ചിട്ട് പഞ്ചാബിനെ പരിചയപ്പെട്ടു, ഒരു കമൽ സിംഗ്. നൈസ് ഡാവാണ്. അപ്പോൾ ഇതിനൊക്കെ ടാറ്റ പറഞ്ഞ് ഞങ്ങൾ ഛത്തീഗഡിൽ ഇറങ്ങി.